ഇത് മാത്രം. എന്താ മമ്മ നുറുക്കണൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? എന്ന് വഴുതനങ്ങ അച്ചാറാണോ? അച്ചാറല്ല, ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതൊരു ഇഞ്ചി ഇതിൽ മുറിച്ചിട്ടിട്ട് ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ഞാനിന്ന് ഈ സ്കൂളിൽ വിട്ട് വരാട്ടുമ്പോഴൊക്കെ ചേർത്തെക്കണം എന്ന് വിചാരിച്ചതാ. അപ്പം മമ്മ തീരെ വയ്യാണ്ട് കിടന്നു. ഇതപ്പം ഇങ്ങനെ ഇരുന്നിട്ടപ്പം സമയം കുറേ ആവില്ല മമ്മ? സമയം ആവില്ല, അതൊക്കെ മമ്മ വേഗം അരിയും. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടല്ലേ? വഴുതനങ്ങ റോസ്റ്റാ? വഴുതനങ്ങ ഫ്രൈ. അത് വറുത്തെടുക്കുമ്പോ കാണാടി. എന്താ അച്ചാറമ്മ? ഇന്ന് അച്ചാറല്ല, ഇന്ന് വഴുതനങ്ങ ഫ്രൈ ആണ്. ഞാനതാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചതാണല്ലേ. ഇതെന്താ? കുരുമുളക് പൊടി, വിനാഗർ, മഞ്ഞപ്പൊടി, ഉപ്പ്, എണ്ണ, മുളക് പൊടി, കോൺഫ്ലവർ ഓയിൽ, പൊടി, വേപ്പില, പിന്നെ നമ്മുടെ വഴുതനങ്ങ. വേപ്പില വാങ്ങിച്ചു. ഇത് കാണിക്കട്ടെ. മസാല കൂട്ടാൻ പോവാണ് നമ്മൾ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പറ്റണില്ല എനിക്ക് എൻ്റെ മണം. ഇത് കുറച്ചിട്ടാലോ? അടിയിട്ടിട്ട് മഞ്ഞ അങ്ങനെ പറയല്ലോ. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടതാ. തെറ്റിപ്പോയി. അത് ഉപ്പും പൊടി ഇട്ട്. ഉപ്പുംപൊടി ഇട്ടില്ലേ? മഞ്ഞപ്പൊടി ഇട്ടതാണ് ഗൈസ്. ഉമ്മമ്മക്ക് ഉപ്പും പൊടി വിവരദോഷിയായി ഉമ്മ. 1 ടീസ്പൂൺ. ഇങ്ങനെയൊന്നും പറയരുത്, ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത് പൊട്ട കുട്ടികളുണ്ടാക്കും. കോളിഫ്ലവർ 2 ടീസ്പൂൺ. വിനെഗർ കുറച്ചൊരു പുളി രസത്തിന് ഇട്ടാ, അതൊരു ടേസ്റ്റിന്. നമ്മളെ പരീക്ഷണമാണിത്. കുഴക്കുമ്പോൾ വിനെഗറും എണ്ണ കുറച്ച്. ഇവിടെ കോമ്പിനേഷൻ ഇല്ലാത്ത കോമ്പിനേഷൻ. വേപ്പൻ്റെ ഇല. ഇത് നമ്മൾ നല്ല തിരുമ്പി പിടിപ്പിക്കണം. ഇതിൽ മസാലകൾ എവിടെ ഉണ്ട്? ഇതിൽ പിടിപ്പിക്കണം. കോളിഫ്ലവറും ഒക്കെ ഇട്ടുണ്ട് ഒക്കെ കൂടിയിട്ട് പിടിപ്പിക്കണം. കോൺഫ്ലവർ ഇട്ടുണ്ട് 2 ടീസ്പൂൺ ഇട്ടാ. കാണിക്കില്ല. മഞ്ഞപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, കറുമസാലപ്പൊടി. എന്ത് മസാല? കറുമസാലപ്പൊടി. ബീഫും കാണിക്കില്ല. എന്താ മസാല പറഞ്ഞേ? മനസ്സിലായി. കറുമസാലപ്പൊടി. മസാലപ്പൊടി ബീഫിലേക്കൊക്കെ ഉണ്ടാക്കില്ലേ? അതന്നെ കറി മസാല. നമ്മടെ ഉണ്ടാക്കണില്ലടി. പിന്നെ ജീരകമൊക്കെ കൂടിയിട്ട് നമ്മളെ ഫ്രഷ് ആണ് കേട്ടോ. അത് അല്ലേ? അത് വാങ്ങിയതല്ലേ? ഇതൊക്കെ ഫ്രഷാണ്. ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. ആകെ കുഴിച്ചിട്ട് 4 തൈ ഉണ്ടായി. അമ്മ 2 പ്രാവശ്യം ഉണ്ടായി. പിന്നെ കഥ പഴുത്ത് പോന്നു. മുളകടക്കം മമ്മ ഉണ്ടാക്കിയതാ. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. പച്ചമുളക് അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. മോരിലിട്ട് ഉണക്കാൻ കൊണ്ടാക്കാം. നീ ഇവിടെ ഇരിക്കട്ടെ മക്കളെ. 10 മിനിറ്റ് ഇത് പിടിക്കട്ടെ വെക്കട്ടാ. അതുവരെ നമ്മൾ വേറൊരു കലാപരിപാടിക്ക് പോവാണ്. അത് പിടിക്കട്ടെ. അമ്മക്കവിടെ പണിയില്ലേ? കാട്ട്. വഴുതനങ്ങയിൽ മസാല ഒക്കെ പിടിച്ചു. ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കുന്നു, ചട്ടി വെക്കുന്നു. ചട്ടി ചൂടാവട്ടെ കേട്ടാ. എണ്ണ വയ്ക്കാൻ
ഇതൊന്നും കാട്ടില്ല. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഇല്ല കേട്ടോ മക്കളത്, വെളിച്ചെണ്ണ. ഇത് ഫ്രൈ ചെയ്യാനല്ലേ, അച്ചാറല്ലേ. അതൊക്കെ ഇപ്പം ഫ്രൈ ചെയ്തപ്പോൾ തന്നെ കഴിയും. ഇത് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനമാണ്. എണ്ണ ചൂടാകട്ടെ. നമ്മൾ ഇട്ട പാവയ്ക്കുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇത് വേപ്പിൻ്റെ ഇല വിതറുന്നു, സ്പ്രിങ്കിൾസ് പോലെ. വഴുതനങ്ങ ഓരോന്നോരോന്നില്ല. ഓ ഗൈസ്, സ്നേഹം കണ്ടില്ലേ. കുറേ നമ്മളിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് വിടണം. എന്നിട്ട് അത് ആകുമ്പോൾ ബാക്കി ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും 2-3 തവണ ഇട്ടാലാണ് അത് ഫ്രൈ ആവുള്ളൂ. ഇതിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോക്കാരന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ക്യാമറമാന്. ഇപ്പം നിങ്ങൾക്ക് ക്യാമറമാനല്ല, ക്യാമറ വുമൺ. ക്യാമറ വുമൻ പറയാനൊന്നും കിട്ടില്ല, പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും വൈഫൈ വ്യത്യാസം തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഉണ്ടാക്കണ്ട. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് ചിന്തിച്ചു ഞാൻ. ഒന്ന് വഴുതനങ്ങ പൊട്ടിച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഒരു ട്രിപ്പ് ആയിട്ട് മക്കളെ. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി. അത് നമുക്ക് പിന്നിടാം. കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രിപ്പ് ഇടുന്നു ഗൈസ്.